ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല അടിപൊളി വെള്ളയപ്പം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഈസി ആയിട്ടും എളുപ്പത്തിലും നമുക്ക് പെർഫെക്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് മല്ലിയില, പുതിനയില, പച്ചമുളക്, വേപ്പില. ഇതേപോലെ നിങ്ങൾ അതൊന്ന് സൂക്ഷിച്ച് നോക്കുക. നമുക്ക് ഒരു മാസം ഒരു കേടും വരാതെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാം. ഇതേ ഒരു രീതിയിൽ വേപ്പിലൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെക്കണം. അതേപോലെ എല്ലാം നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. പച്ചമുളക് ഞാൻ കഴുകിയെടുക്കുന്നില്ല. ഇതേപോലെ നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. നമുക്കിത് ഒരുപാട് നാൾ ഈ ഒരു മല്ലിയിലയും പുതിനയിലയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതൊന്ന് കഴുകി നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ പുതിനയിലയും മല്ലിയിലയും നമുക്ക് നന്നായിട്ട് കഴുകി അതും ഒരു പാത്രത്തിലേക്ക് വെള്ളം വാരാനായിട്ട് വെച്ച് കൊടുക്കണം. വെള്ളം നമുക്ക് നന്നായിട്ട് അന്ന് പോയി കിട്ടിയാൽ മതി. വേറെ നമ്മൾ ഉണക്കിയെടുക്കൊന്നും വേണ്ട, വെള്ളം ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പം നമ്മൾ 3 ആഴ്ച കഴിഞ്ഞു ഈ ഒരു മല്ലിയിലയും പുതിനയിലയും വേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പം ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസമായിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ ഒരു സാധനം തീരെ കേടായി പോവില്ല. നമുക്ക് എപ്പോൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പച്ചമുളക് നമ്മൾ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. അതിൽ വെള്ളം ഇല്ലാതെ വേണം നമ്മൾ ഈ ഒരു സിബ്ലോക്ക് കവറിലേക്ക് നമ്മൾ എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ തോക്കൊക്കെ പൊട്ടിച്ച് നമ്മൾ ഒരു കവറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ റമദാനിന് മുൻപ് ചെയ്തു വെച്ച വീഡിയോ ആണ്, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിതൊരു ഉച്ച നേരത്താണ് ചെയ്തത്. ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴൊന്നും നമ്മളെ കയ്യിൽ വെള്ളം വരില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കവറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചെറിയൊരു നനവ് അതിലുണ്ടാവും, പക്ഷെ നമ്മളെ കയ്യിൽ പിടിക്കുമ്പോൾ വെള്ളം ആവില്ല. ആ ഒരു രൂപത്തിൽ വേണം നമ്മൾ ഇത് ഈ ഒരു കവറിലേക്ക് ഇട്ട് വെക്കാനായിട്ട്. അതിൻ്റെ എയർ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ പൊതിഞ്ഞ് നമുക്ക് ആ ഒരു ലോക്ക് ചെയ്ത് വെച്ചെടുക്കാം. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ മല്ലിയിലയും പുതിനയിലയും വെച്ച് കൊടുക്കുന്നത്. നിങ്ങളും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക, നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മളെപ്പോൾ വെക്കുമ്പോഴും ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിൽ വേണം നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ. ഇനി നമ്മൾ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നല്ല അടിപൊളി വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെയാണ് ഈ ഒരു മാവ് റെഡിയാക്കി വെച്ചത്. എല്ലാവരും ഒന്ന് നോമ്പ് തുറക്കി പുറത്തു പോയി. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വെള്ളയപ്പം 1 കപ്പ് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. കുറച്ച് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ പൊടിയിട്ട അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിസ്സായിപ്പോയി. ഇനി
ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സഡ് ജാറിൽ ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഇത് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തത്. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പൊന്തി വരും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഞാൻ ചൂടുള്ള ഭാഗത്തേക്കാണ് ഈ ഒരു മാവ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കേണ്ടത് കൊണ്ട് ഞാനിതൊരു ചൂടുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ അടപ്പിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഇത് വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.